മിഷൻ 60യുടെ 41-ാം ദിവസമാണെന്ന്. 41 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാഹുൽ വിഷയത്തിൽ ഇതുവരെ കേക്കച്ചനും സംഘവും ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ല. ഇന്ന് സഭ നടക്കുമ്പോൾ വലിയ നാടകമൊക്കെ കേക്കച്ചൻ സഭയിൽ നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഇടത് സർക്കാർ ശബരിമലയിൽ നടത്തിയ സമാനതകളില്ലാത്ത ആ തീവട്ടിക്കൊള്ളയിൽ നാറി നിൽക്കുകയാണ്. സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ജനശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലാണ്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതിൻ്റെ സകല മൈലേജും ഈ ശബരിമല അയ്യപ്പൻ്റെ തന്നെ സ്വർണം അടിച്ചു മാറ്റിയ അത് മൂടി വെക്കുവാനുള്ള ഇവന്മാരുടെ ആ നാണകെട്ട ശ്രമത്തിൽ പൊതുജനങ്ങളുടെ വികാരം ആളിക്കത്തി നിൽക്കുകയാണ്. ഈ സമയം ജനശ്രദ്ധ തിരിക്കേണ്ടുന്നത് ഇടത് സർക്കാരിൻ്റെ അത്യാവശ്യമാണ്. ജനശ്രദ്ധ തിരിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുക. ഇന്നോ നാളെയോ ജനശ്രദ്ധ തിരിക്കുവാൻ പാകത്തിലുള്ള മറ്റെന്തെങ്കിലും ഒരു ബോംബ് ഇവന്മാർ പൊട്ടിക്കും. ആ നുണബോംബ് പൊട്ടിക്കുവാൻ ഇവന്മാരുടെ ബിനാമി ചാനലായ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർ ആ അമേരസിരസ്കൻ കോട്ടൊക്കെ ഇട്ട് തയ്യാറായിരിക്കുകയാണ്. ശബരിമല ശാസ്താവിന്റെ സ്വർണം മുക്കിയ ഈ നാണംകെട്ടന്മാരെ വിളിപ്പിക്കുവാൻ ഇവരുടെ ബിനാമി ചാനലായ 24-ഉം മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലും ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുമെല്ലാം സംഘം ചേർന്ന് റെഡിയായിരിക്കുകയാണ്. അത് എപ്പോഴാണെന്ന് മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. ഒന്നെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത എന്തെങ്കിലും നാറിയ വിഷയവുമാർ പൊക്കിക്കൊണ്ടുവരും. അത് ഇന്നലെ കൊണ്ടുവന്നേനെ. പക്ഷേ അപ്രകാരം ഒരു നാറിയ കഥയുമായി വന്നാൽ അത് ഏൽക്കില്ല എന്ന് ഇവന്മാർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് i2 ന്യൂസ് ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, പ്രേക്ഷകർ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാഗരൂകരായിരിക്കണം. ശ്രദ്ധ തിരിക്കേണ്ടുന്നത് ഇവന്മാരുടെ അത്യാവശ്യമാണ്. ഇപ്രകാരം അടിയന്തര ഘട്ടങ്ങളിൽ ശ്രദ്ധ തിരിക്കുവാനും ഇവന്മാരെ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് ബിനാമികളെ വെച്ച് ഇപ്രകാരമുള്ള കള്ള ചാനലുകൾ തുടങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും ആരോപണങ്ങളാകാം, രാഹുലിനെതിരെയുള്ള വീണ്ടും അടുത്ത എന്തെങ്കിലും അപവാദങ്ങളാവാം, അതല്ലെങ്കിൽ അറസ്റ്റ് നാടകമാകാം, അതുമല്ലെങ്കിൽ ഇവന്മാർ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയോ എന്തെങ്കിലും ദുരന്തമുണ്ടാക്കാനോ വരെ സാധ്യത കാണുന്നു. കാരണം 9.5 കൊല്ലത്തെ ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടറാണ് ഈ കഴിഞ്ഞ 40-45 ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒലിച്ചു പോയത്. ഇപ്പോൾ അതിൻ്റെ എഫക്റ്റ് തീർന്ന് ശബരിമലയിലെ തീവട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വീണ്ടും ജനരോക്ഷം ഇടതുപക്ഷത്തിനെതിരെ തിരിയുമ്പോൾ ഇവന്മാർ എന്തെങ്കിലും ഒരു ജനശ്രദ്ധ തിരിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും ദുരന്തമാകാം, ആരോപണങ്ങളാകാം, ലൈംഗികാരോപണങ്ങളാവാം, അറസ്റ്റ് ആവാം, അത് ഇന്നോ നാളെയോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതിനെ ആളിക്കത്തിച്ച് കേക്കച്ചനെ മുന്നിൽ നിർത്തി നടത്തിയ ഈ ജട്ടി വിപ്ലവത്തിന്റെ എഫക്റ്റ് പോകുവാൻ ഇവർ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരാകുക. അത് ഏത് നിമിഷവും ഇന്നോ നാളെയോ സംഭവിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ശ്രമിക്കുന്നത്. ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മിഷൻ 60 41-ാം ദിനത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ശ്രീ CM രാജേന്ദ്രനാണ്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. മിസ്റ്റർ CM രാജേന്ദ്രൻ, സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ കണ്ടല്ലോ, 41-ാം ദിനമാണിന്ന്. ഇന്നുവരെ ഇവന്മാർ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ല. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല വിഷയത്തിൽ നാറി നിൽക്കുകയാണ്. ഒരു ജനശ്രദ്ധ ഇപ്പോൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് രാഹുലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അടുത്ത ഒരു നാണംകെട്ട കഥ ഇറക്കിയോ, അല്ലെ അറസ്റ്റോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാക്കിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ടോ ഇന്ന്? അതായത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് CPM ഉള്ളൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെയോ സർക്കാരിനെതിരെയോ പാർട്ടിക്കെതിരെയോ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാൽ ഒന്നുകിൽ ആരെങ്കിലും കൊല്ലപ്പെടും, അല്ലെങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടും. അതും വളരെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പാർട്ടിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സർക്കാരിനുണ്ടാവുന്ന പേരുദോഷങ്ങൾ മറക്കാൻ വേണ്ടി എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം അങ്ങനെയാണ്. എല്ലാ കാലത്തും നമ്മൾ കണ്ടു വന്നിട്ടുള്ള അങ്ങനെയാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
ഇപ്പോ ഈ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള സകല സമാന സ്വർണങ്ങളും അടിച്ചു മാറ്റി, അവിടെയുള്ള എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റി, എല്ലാ ഭൂസ്വത്തുക്കളും അടിച്ചു മാറ്റി. ഇനി ഇറങ്ങി പോകുമ്പോ അയ്യപ്പൻ അവിടെ ബാക്കിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അയ്യപ്പന്റെ ആ കൽവിഗ്രഹങ്ങളും അവിടെ ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം അടിച്ചു മാറ്റി. ഇനി അടിച്ചു മാറ്റണമൊന്നുമില്ല. അപ്പോ അങ്ങനെ അടിച്ചു മാറ്റി വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് CPM-ഉം സർക്കാരും. കാരണം ഇത് പൊതുജനത്തിന്റെ ഇടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി. അയ്യപ്പ സംഗമം നടത്തിയത് പോലും ഇതിപ്പോ ഒരു അബദ്ധമായി മാറിയിരിക്കുകയാണ് ഈ സർക്കാരിന്. കാരണം അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ വിശ്വാസികളുടെ വോട്ട് ശേഖരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. എങ്ങനെയെങ്കിലും വിശ്വാസികളുടെ ആ 2018 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ സർക്കാർ, ആ മറ്റേ ശബരിമലയില് എന്താ പറയാ ആചാര ലംഘനം നടത്തിയ സർക്കാർ, ആ സർക്കാരിനെ ആ വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി, വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി നടത്തിയ അയ്യപ്പ സംഗമമായിരുന്നു. ആ അയ്യപ്പ സംഗമം നടത്തിയപ്പോ സ്വാഭാവികമായിട്ടും CPM-ഉം സർക്കാരും പ്രതീക്ഷിച്ചു കുറച്ച് ആളുകളുടെ ഒരു പരിധി വരെ അവർക്കത് വിജയം തന്നെയായിരുന്നു. അപ്പൊ വിശ്വാസികളുടെ വോട്ടെല്ലാം ഈ പ്രാവശ്യം നമുക്ക് കിട്ടും, അതുകൊണ്ട് തന്നെ ഈ സർക്കാർ 3ാം ഭരണവും വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് ഈ സ്വർണം, അതായത് അയ്യപ്പ വിഗ്രഹത്തിലെ സ്വർണം, അതായത് അയ്യപ്പ ക്ഷേത്രത്തിലെ മുഴുവൻ സ്വർണവും സ്വർണ്ണപ്പാളികളും ചെമ്പ് പൂശിയ എല്ലാം, ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പന്റെ കൽവിഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം അടച്ച് കട്ടുകൊണ്ടുപോയി. അങ്ങനെ കട്ടുകൊണ്ടുപോയപ്പോ ഇതെല്ലാം അടിച്ചു മാറ്റിയത് ജനങ്ങളുടെ ഉള്ളിൽ അവർക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വലിയൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ചർച്ചാ വിഷയം അതാണ്. എല്ലായിടത്തും ചാനൽ തുറന്നാലും സോഷ്യൽ മീഡിയ ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തായാലും പത്രങ്ങളിലായാലും മൊത്തത്തിൽ ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയം അയ്യപ്പ വിഗ്രഹത്തിലെ സ്വർണം അടിച്ചു മാറ്റിയത്, അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണം അടിച്ചു മാറ്റിയതാണ്. ഇത് ഈ 9.5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 10ാം വർഷം അടുക്കുമ്പോ എത്രമാത്രം സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇനി വലിയൊരു കണക്കെടുത്താൽ തന്നെ അറിയുള്ളൂ. എത്ര കോടി രൂപയുടെ, അതായത് 30 കിലോയ്ക്ക് മേലെയാണ് അത് വിജയ് മല്യ അവിടെ സംഭാവനയായിട്ട് കൊടുത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് അവിടെ സ്വർണം പൂശാൻ വേണ്ടി, ഈ പുറത്ത് സ്വർണം പൂശാനും, കൊടിമല സ്വർണം പൂശാനും, വിഗ്രഹം സ്വർണം പൂശാനും, അതിന്റെ ശ്രീകോവില് സ്വർണം പൂശാനും, പടികൾ സ്വർണം പൂശാനും, അതിന് തൊട്ട് അടുത്തുള്ള ചെറിയ 2 അമ്പലങ്ങള്, അതായത് ഗണപതി ക്ഷേത്രം, അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ട് 30 കിലോ സ്വർണം അങ്ങാണ്ടാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഈ സ്വർണത്തിൽ ഒരു തരി പോലും ഇനി ബാക്കിയില്ല. അപ്പോ അത് സർക്കാരിന് വല്ലാത്തൊരു ദോഷം. മറ്റേ അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ ഇപ്പൊ വല്ലാത്തൊരു അബദ്ധമാണ്. സർക്കാരിന് സത്യവാങ്മൂലം കൊടുത്തത് ഈ അയ്യപ്പ സംഗമം നടത്താൻ 1 രൂപ പോലും സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ ഇല്ല എന്നുള്ളതാണ്. അത് സ്പോൺസറിങ് ആണ്, മറ്റുള്ളവർ സംഭാവന ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ അയ്യപ്പ സംഗമത്തിന് കോടതി തന്നെ അനുമതി കൊടുത്തത്. പക്ഷെ 3 കോടി രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്നും ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി, ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി മാത്രം സർക്കാർ മേടിച്ചിട്ടുള്ളത്. 3 കോടി രൂപ, ചെറിയ പൈസയല്ല. ഇതൊക്കെ ഈ അയ്യപ്പന് വേണ്ടിയിട്ടും ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും സാധാരണക്കാരായ പാവങ്ങൾ, ഭക്തജനങ്ങൾ കൊടുത്ത സംഭാവനയാണ്. അല്ലാതെ ഇവരുടെ ആരെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. ഈ ഭക്തജനങ്ങൾ അയ്യപ്പന് കാണിക്കയിട്ട സംഭാവനയാണ് ഈ 3 കോടി രൂപ ഈ സംഗമം നടത്താൻ വേണ്ടി ചെലവാക്കിയത്. ഇവർക്ക് അത്ര വലിയ നിർബന്ധമാണ് ഇവരുടെ പാർട്ടി ഫണ്ട് എടുത്ത് ചെലവാക്കിക്കൂടെ? പാർട്ടി ഫണ്ട് എടുത്തത് ചെലവാക്കണ്ടേ? അല്ലാതെ അയ്യപ്പന് സംഭാവന കൊടുത്ത പൈസ ദേവസ്വം ബോർഡിനെ അടിച്ചു മാറ്റിയിട്ടാണോ സംഗമം നടത്തേണ്ടത്? അങ്ങനെ ഈ സംഗമം നടത്തിയത് വലിയൊരു ദോഷമായി മാറി. അയ്യപ്പന്റെ കോപം തന്നെയാണ് ഇതിനെല്ലാം കാരണം, ഒരു തർക്കമില്ല. ഓരോന്നും പുറത്തേക്ക് അയ്യപ്പൻ കൊണ്ടുവരും. കാരണം അത്രമാത്രം അയ്യപ്പനെ ദ്രോഹിച്ചിട്ടുള്ള ഒരു സർക്കാർ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പൊ അയ്യപ്പന്റെ കോപം എന്തായാലും പിണറായി വിജയനും സർക്കാരിനും ഉണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഒളിച്ചു വെച്ചിരുന്ന ഈ സ്വർണ്ണ വിഗ്രഹം, ഈ കളവും, ഈ സ്വർണ്ണക്കളവും, ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാ തീവട്ടിക്കൊള്ളയുടെയും കമ്മീഷൻ പറ്റി നിൽക്കുന്ന ഈ കള്ളൻ, ഈ കേക്കച്ചൻ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇന്ന് വെറും നാടകമാ. അന്നേരം ഇതുപോലെ വലിയൊരു വിഷയം, ആളി കത്തിക്കുവാൻ പറ്റിയൊരു വിഷയം കിട്ടിയിട്ട് ഈ കേക്കച്ചനെ പോലുള്ള ഒരു കളങ്കിതൻ, ഇവന്മാരുടെ തീവട്ടിക്കൊള്ളയുടെ പങ്ക് മേടിച്ച് തിന്നുന്ന, ഇലനക്കാൻ പോകുന്ന ഇവന് ഇതുപോലൊരു വലിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എൻക്യാഷ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇന്നും നാളെയുമായി ചുമ്മാ ഈ ബഹളം വെച്ചിട്ട് ഇതിനെ കസ്റ്റഡി ലോക്കപ്പ് മരണം, കസ്റ്റഡി ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയവും പ്രതിഷേധവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസവുമാർ വെച്ച് മടക്കി കെട്ടി.
അന്നേരം ഇതുപോലൊരു വലിയ വിഷയം ഉണ്ടായിട്ടും ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വിഷയം ഇന്നും ഇത് ലൈവായി നിൽക്കുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം ഇത്രയും ദിവസമായിട്ടും ഈ നാണം കെട്ടവനൊന്നും ഇവിടെ ഒരു വലിയ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടി പോലും ഇന്ന് നിയമസഭയിൽ ബാക്കി എല്ലാവരും വലിച്ചു കീറുമല്ലോ എന്ന് കരുതി ഒരു നാടകം നടത്തി ഇവന്മാർ ഇതൊരു അടിയന്തര പ്രമേയം ആവശ്യപ്പെട്ടിട്ടും അപ്രകാരം ഒരു ചർച്ചയ്ക്ക് പോലും അവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ല. അതിനു മുമ്പേ ഇയാൾ പ്രതിഷേധവുമായിട്ട് ഇയാൾ വെളിയിലോട്ടിറങ്ങി മാധ്യമങ്ങളുടെ മുന്നിൽ ഇന്നൊരു സാധാരണ നടക്കുന്ന ഒരു വൺ മാൻ ഷോ ഒരു സ്കിറ്റ് നടത്തും, തിരിച്ചു പോകും. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ പ്രതിപക്ഷത്തിന് മാധ്യമങ്ങൾ ഈ വിഷയം എടുത്ത് അലക്കുന്നത് കൊണ്ട് മാത്രം ഇത് ലൈവായി നിൽക്കുന്നു. അല്ലാതെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം ഈ വിഷയം അത് ഉദ്ദേശിച്ച രീതിയിൽ ഒരു പ്രതിഷേധം നടത്തുവാനോ ഈ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഒരു വലിയ വാർത്തയായി നമ്മളൊന്നും കാണുന്നില്ല. മാധ്യമങ്ങൾ നടത്തുന്ന ഫോളോ അപ്പ് മാത്രമാണ്. മാധ്യമങ്ങൾ ഈ വിഷയം വിട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം പൊതുമണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് തന്നെയാണ് ITV ന്യൂസ് പറയുന്നത് ഇന്നോ നാളെയോ എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും ഒരു വലിയ വിവാദമോ എന്തെങ്കിലും ഒരു ലൈംഗികാരോപണമോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും അടുത്ത ഒരു നാറിയ ബേസ്ലെസ് ആരോപണമോ ഒരു അറസ്റ്റോ പോലും ഇവന്മാർ പ്ലാൻ ചെയ്യാൻ മടിക്കില്ല. കാരണം മാധ്യമത്തിൽ നിന്നും ഈ ശ്രദ്ധ മാറിയാൽ ഇവർ രക്ഷപ്പെട്ടു. ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ കണകളെ കൊണ്ട് ഈ വൺമൻ സ്കിറ്റ് കളിക്കുന്ന കേക്കച്ചന്റെ ആ പരിപാടിയോടുകൂടി ഒരു ബൈറ്റോടുകൂടി തീരും. മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും ഇന്നോ നാളെയോ സംഭവിക്കാം. സുനിൽ സാറേ, അതായത് ഈ 4.5 വർഷമായിട്ട് ഒന്നിന് പുറകെ ഒന്നായി 1 by 1 ആയി നിരവധി അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതങ്ങളും ഈ പോലീസ് മർദ്ദനങ്ങളും നിരവധി കാര്യങ്ങൾ ഈ സർക്കാരിന്റെ വന്നു. ഒരിക്കലെങ്കിലും ഒരു സമരമെങ്കിലും ശക്തമായി നടത്താൻ ഈ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞോ? ഒരു സമരം വേണ്ട, കൂടുതലൊന്നും വേണ്ട, ഒരു സമരം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടോ ഈ ആരോപണം? ഒരു സമരം നടത്താൻ കഴിഞ്ഞു അവർക്ക്? ഒരു സമരം ഈ താങ്കൾ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദ കുന്നുകുളത്തെ സുജിത്തിന്റെ ലോക്കപ്പ് മർദ്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം കാണാത്ത രീതിയിലുള്ള സമരം നടത്തുന്ന പറഞ്ഞ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വലിയ സമരമുറകളാണ് കാഴ്ചവെക്കുന്നതെന്ന് സതീശൻ പറഞ്ഞത്. അത് ആ സതീശൻ ഒരക്ഷരം അതിനുശേഷം മിണ്ടി കണ്ടോ? ഒരു സമരം നടത്തി കണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ കുറെ അവിടെ ഇവിടെ കുറെ സമരങ്ങൾ നടത്തിയെന്നല്ലാതെ ശക്തമായ ഒരു സമരം കാഴ്ചവെക്കാനോ ആ പറഞ്ഞ ആളുകളെ ഒന്ന് ഡിസ്മസ് ചെയ്യിപ്പിക്കാനോ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? അപ്പൊ സതീശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം സതീശൻ ആ ഓണത്തിനുണ്ട സദ്യ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കിയതാ തോന്നുന്നത്. കാരണം ഈ ഓണസദ്യ കഴിക്കാൻ പോയതും വിളിച്ചതും ഇതൊക്കെ കണ്ടിട്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാലോ, ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് പറവൂര് സപ്ലൈക്കോടെ. അപ്പൊ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഈ പിണറായി വിജയന്റെ എല്ലാ കാര്യവും സർക്കാരിന്റെ എല്ലാ കാര്യവും സതീശൻ അറിയുന്നുണ്ട്. സതീശൻ അറിയാതെ ചെയ്യില്ല. സതീശൻ അറിയാതെ അല്ലെങ്കിൽ അനങ്ങുന്നില്ല സർക്കാരിന്റെ, അത് ഉറപ്പാണ്. പക്ഷെ സർക്കാരിന്റെ ഒരു വിഷയത്തിലും ഈ കാണിക്കുന്ന പ്രഹസനമല്ലാതെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഒരു സമരം ചെയ്താൽ നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ല. 4.5 വർഷത്തിനിടയ്ക്ക് ഒരു സമരം, ഞാൻ അധികമൊന്നും പറയില്ല, ഏതെങ്കിലും ഒരു സമരം ചെയ്ത് വിജയിപ്പിച്ച് എടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, അതുപോലെ നമ്മുടെ ഇദ്ദേഹം മാത്യു കൊൾനാടൻ, ഇവരെ പോലെയൊക്കെയുള്ള യുവ നേതാക്കന്മാരെ മുന്നോട്ടിറക്കി വിട്ട് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇയാള് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ വൺമാൻ ഷോക്കാരൻ ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് സ്കിറ്റ് കളിക്കുക. യുവനേതാക്കളെ അതല്ലെങ്കിൽ രാഹുലിനെയൊക്കെ പോലെയുള്ള മിടുക്കന്മാരായ ആളുകളെ ഇറക്കിയിരുന്നെങ്കിൽ ഈ സമയത്ത് അവരൊക്കെ കളത്തിലുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തെ ഇവന്മാരുടെ ഈ തീവട്ടിക്കൊള്ളക്കെതിരെ അവർ ശക്തമായ പ്രക്ഷോഭം നയിക്കുകയും അത് മാധ്യമങ്ങളിൽ നിറച്ചു നീങ്ങുകയും അത് കോൺഗ്രസിന് എൻകാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലായി മാറുമായിരുന്നു. ഇപ്പോൾ ഓരോ മാധ്യമങ്ങളും അവരുടേതായ രീതിയിലുള്ള ഫോളോ അപ്പ് സ്റ്റോറികൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇതിനെ പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള, അത് കോൺഗ്രസിന് അനുകൂല തരംഗമാക്കി മാറ്റാൻ പറ്റാവുന്ന തരത്തിലുള്ള കഴിവുള്ള മിടുക്കന്മാരായ യുവ നേതാക്കന്മാരെ അകറ്റി നിർത്തി ഈ മുതുകാളകൾ, ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ കളങ്കിതൻ, പിണറായിയുടെ പങ്കുപറ്റി നക്കി തിന്നുന്ന ഈ നാണം കെട്ടവൻ എങ്ങനെ ഇപ്പോൾ അടുത്ത ഇതിന് മുമ്പിരുന്ന VS ശിവകുമാർ ഇരുന്ന കാലഘട്ടത്തിലെ അയാൾ നടത്തിയ തട്ടിപ്പും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഈ കേക്കച്ചൻ തന്നെ ഇപ്പോൾ ഇവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനെ നിർവീര്യമാക്കുവാൻ വേണ്ടി ആശങ്കയും ഭയപ്പാടും എന്താണെന്നറിയോ? എന്റെ ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് ഏത് നിമിഷവും രാഹുൽ മാങ്കൂടുന്ന അവസ്ഥയാണ്. ഒരു സംശയവും വേണ്ട.
കാരണം ഈ സർക്കാർ അടുത്ത നടപടി, കാരണം ഏതു നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് അറസ്റ്റ് ചെയ്താല് ഒരു തെറ്റുമില്ല എന്നും ഇതിലൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു ആരോപണവും ഇല്ലെന്നും ഒരു FIR ഇല്ലെന്നും ഒരു കേസും ഇല്ലെന്നും ഒരു പരാതിക്കാരി ഇല്ലെന്നും ഒരു മൊഴി കൊടുത്ത ആളും ഇല്ലെന്നിരിക്കെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് ഈ സർക്കാരിന് ഇപ്പോഴുണ്ടായി കളങ്കം മാറ്റാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഉദാഹരണം എന്താണെന്നറിയാമോ? ഇന്നലെ പാലക്കാട് ആ KSRTC ബാംഗ്ലൂർ സർവീസ് നടന്ന KSRTC ബസിന്റെ ഫ്ലാഗ് ഓഫ് സെറമണി നടത്തി. വളരെ മനോഹരമായി ആ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞപ്പോൾ കണ്ട ഇതെല്ലാം കഴിഞ്ഞ് മാധ്യമങ്ങളെല്ലാം നല്ല രീതിയിൽ വാർത്തയും വന്നു. ആ ഫംഗ്ഷനും കഴിഞ്ഞപ്പോൾ ഈ DYFIക്കാർ ഇന്നിതാ ബഹളവുമായിട്ട് ഇറങ്ങിയേക്കുന്നു. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ വിഷയം യുവമാർ വീണ്ടും ഇത് ഇപ്പോൾ ആളിക്കത്തിച്ച്, കാരണം അവരുടെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ നിയമോപദേശം അനുകൂലമായി ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ പ്രശ്നത്തിന് തടയിടുക. ഇപ്പൊ കേക്കച്ചന്റെയും കൂടെ ആവശ്യമാണ്. ഈ വിഷയം ഒന്ന് ആറിത്തണുക്കണം, ശ്രദ്ധ തിരിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ഇത്രയും ഇമോഷണലായി ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വിഷയം ഇപ്പോൾ ഇല്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്മാർ ദുരന്തം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആരെയും കൊല്ലണം. അതിനേക്കാളും നല്ല എളുപ്പം രാഹുലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആരോപണം കത്തിക്കുന്നതാണ് എന്ന് കരുതി ഇവന്മാർ ഇന്നോ നാളെയോ അതിനുള്ള സകല സാധ്യതകളും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരം കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം എനിക്ക് പേടിപ്പിക്കുക, അതായത് സർക്കാരിന്റെ വിഷയത്തിൽ എനിക്കുള്ള പേടി, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അവർ ഈ വിഷയത്തിൽ നിന്നും തടി തപ്പാൻ വേണ്ടി മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു സംശയവും വേണ്ട. ഇന്നോ നാളെയോ അത് സംഭവിക്കാനുള്ള സാധ്യത താങ്കൾ പറഞ്ഞ പോലെ ഉണ്ട്, ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ ശ്രീകണ്ഠൻ, മാത്യു കുഴൽനാടൻ, ഈ 2 പേരും നമ്മൾ ശ്രദ്ധിക്കണം. ശ്രീകണ്ഠനെയും മാത്യു കുഴൽനാടനും അവർ നോട്ടമിട്ടിട്ടുള്ളതാണ്, ഒരു സംശയം വേണ്ട. ഈ 2 പേരും വളരെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റേ ഷാഫി പറമ്പലിന്റെ കയറി തൊടില്ല. ഷാഫി പറമ്പൽ തൊട്ട് കഴിഞ്ഞാൽ വിവരം അവർക്ക് അറിയാം. അതുകൊണ്ട് ഷാഫി പറമ്പലിന് അത്ര പെട്ടെന്ന് തൊടാൻ സാധ്യതയില്ല. മാത്യു കുഴൽനാടിനെയും രാഹുൽ മാങ്കൂട്ടത്തിനും ശ്രീകണ്ഠനെയും വളരെ ശ്രദ്ധിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഇവർ കാണുന്നുണ്ട്. ഇതിൽ താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇത് ഒരു അവസരമായി കോൺഗ്രസിന് ഈ ഉണ്ടായ പേരുദോഷം മുഴുവൻ തുടച്ചു മാറ്റാൻ ഈ ഒറ്റ വിഷയം മതി. ഒന്നിച്ച് നിന്ന് ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ മാത്യു കുഴൽനാടൻ, PC വിശ്വനാഥ്, അബിൻ വർക്കി, മറ്റേ രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി പറമ്പില്, സന്ദീപ് വാര്യര്, ഈ ടീമിനെ അങ്ങോട്ട് രംഗത്തേക്ക് ഇറക്കിയിട്ട് ഈ വിഷയത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തല്ല, നമ്മുടെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ സാധനം, ഈ സ്വർണം നഷ്ടപ്പെട്ട വിഷയത്തിൽ കൃത്യമായി ഈ യുവാക്കളെ ഇറക്കി വിട്ട് നാടി നിരത്തി ഒരു സമരം നേരിട്ട് കഴിഞ്ഞാൽ അതിൽ മുന്നിൽ നിർത്തിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ. കാരണം അറസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. ജനങ്ങൾ എപ്പോഴും അവന്റെ കൂടെ നിൽക്കണം. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇനി കോൺഗ്രസ് പാർട്ടി നിന്നില്ലെങ്കിലും ഈ I2I ന്യൂസിന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊപ്പം നിൽക്കണം. രാഹുൽ മാങ്കൂട്ടം സംരക്ഷിച്ച് ഒപ്പം നിർത്തി കഴിഞ്ഞാൽ അവനെ പോലുള്ള 10 യുവാക്കൾ കോൺഗ്രസിലെ രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒറ്റ വിഷയം മതി. ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ട വിഷയം എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. ഇനി അതിലൊന്നും വരാനില്ല. ഇപ്പൊ അത് കൊണ്ടു നടക്കുന്ന കേക്കച്ചൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ധാരണ, അദ്ദേഹത്തിന്റെ ബോധ്യം, ആ ബോധ്യം എന്റെ ഈ വിഷയത്തിലൊന്നും കാണാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇഷ്ടംപോലെ ബോധ്യങ്ങളുണ്ട് സതീശൻ, ഇഷ്ടംപോലെ ബോധ്യം, ഇഷ്ടംപോലെ വിശ്വാസം, ഇഷ്ടംപോലെ അവന് തെളിവ്. ഇതൊക്കെയുള്ള ഈ സതീശന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തീർത്ഥാടന കേന്ദ്രമായ, ഇന്ത്യയിൽ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ദേവാലയമായ, ലോകത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും വരുന്ന ഈ ദേവാലയത്തിലെ ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് ഈ സതീശന് ഒരു ബോധ്യം ഉണ്ടായില്ല, ഒരു ധാരണയുണ്ടായില്ല, ഒരു വിശ്വാസവുമില്ല. കാരണം എന്താ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിലെടുത്ത ആ എഫേർട്ടിന്റെ 1% ഈ സർക്കാരിനോടെതിരെയോ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലോ ഈ സതീശന് ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഒരു പ്രശ്നമായി ഇറങ്ങും 2 ദിവസത്തേക്ക്, ഇന്നും നാളെയായിട്ട് ഇറങ്ങും. സർക്കാരിന്റെ വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് ചാനലിന്റെ മുമ്പിൽ 4 ഡയലോഗൊക്കെ പറഞ്ഞ് ഒക്കെ വരും. പക്ഷെ അത് 2 ദിവസത്തേക്കുള്ളൂ. നമുക്കറിയാലോ, കുന്നംകുളം ശുചിത്വത്തിന്റെ വിഷയത്തില് കേരളം കാണാത്ത സമരമുറ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ 2 യുവാക്കളായ MLA നിരാഹാരം എത്തി 2 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു പോയി. അപ്പൊ ഈ വിഷയത്തിലും ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനും സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുത്താനും വേണ്ടി കേക്കച്ച 1-2 കാര്യങ്ങൾ ചെയ്യും ഈ 2 ദിവസം. അത് കഴിഞ്ഞ കേക്കച്ചനെ അത് വിടും. കാരണം വിട്ടേ പറ്റൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അടിവരായിട്ട് പറയാനുള്ള കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കണം.
സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ആരോപണമല്ല, സത്യമാണ്, അത് ആരോപണമല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്നും സർക്കാർ തടി തപ്പാൻ ഏക വഴി എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലേ ഉള്ളൂ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്യു കുഴൽനാടനും ശ്രീകണ്ഠനും വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവര് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിനെ. അതിന് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കാരണം ഇതൊരു കള്ളക്കഥയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ഒരു വിഷയമില്ലെന്നും സതീശൻ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും കോൺഗ്രസ്സുകാർ അറിഞ്ഞ് ആ പാവം ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത കേസുകളെല്ലാം അവന്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും. കാരണം കുറച്ചു നാള് അവർക്ക് അടുത്ത ഇലക്ഷൻ വരെ ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകണം. പ്രതികരണം അറിയിച്ചതിന് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ, ഇന്നോ നാളെയോ ഇപ്പോൾ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധ ശബരിമലയിൽ നടത്തിയ ആ സ്വർണ്ണപ്പാളി കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ, അതിൽ നിന്നും ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു വിഷയം ആവശ്യമാണ്. കേക്കച്ചനും അത് ആവശ്യമാണ്. കാരണം തൻ്റെ ബോധ്യം, തൻ്റെ നിലപാട് ശരിയാണ് എന്ന് വരുത്തണമെങ്കിൽ, അയാൾക്കൊരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇപ്പോൾ രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയോ ആരോപണമോ ആവശ്യമാണ്. അതുകൊണ്ട് കേക്കച്ചൻ്റെ കൂടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഇന്നോ നാളെയോ രാഹുലിനെതിരെ അടുത്ത ആരോപണവും അതിനെ തുടർന്നുള്ള ഒരു അറസ്റ്റിനും സകല സാധനങ്ങളും ഇവന്മാർ വട്ടം കൂട്ടുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും വലിയൊരു വിഷയം ഈ സർക്കാരിനെതിരെ, ഈ ഇടതുപക്ഷത്തിനെതിരെ, അവർ ശബരിമലയിൽ നടത്തിയ ഈ തീവട്ടിക്കൊള്ളയ്ക്കെതിരെ ഇത്രയും വലിയ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ, വലിയൊരു സംഭവം പുറത്തു വന്നിട്ടും അതിനെ ഇല്ലാതാക്കുവാൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഉപയോഗിക്കുവാൻ ഈ കേക്കച്ചൻ ശ്രമിക്കും. നിങ്ങൾ ജാഗരൂകരാകുക. ഈ കേക്കച്ചന്റെ നിലപാടിനെ ന്യായീകരിക്കുവാൻ, അതിനെ ബലപ്പെടുത്തുവാൻ, അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ സഹായിക്കുവാൻ, ഈ തീവട്ടിക്കൊള്ളയിൽ നിന്നും ജനശ്രദ്ധ മാറ്റുവാൻ, ഇന്നോ നാളെയോ രാഹുലിനെതിരെ അടുത്ത ആരോപണം, നുണബോംബ് പൊട്ടിക്കുവാൻ ഈ മരം കൊള്ളക്കാരന്മാർ തയ്യാറായിട്ടുണ്ട്. അതുപോലെ രാഹുലിനെതിരെയുള്ള അറസ്റ്റിന് വരെ ഇവന്മാർ വട്ടം കൂട്ടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേക്കച്ചനും ഈ ഇടതുപക്ഷവും കൂടി പ്ലാൻ ചെയ്ത് ജനശ്രദ്ധ തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കേക്കച്ചന്റെ നിലപാട് ബലപ്പെടുത്തുവാനും ഇടതുപക്ഷത്തിന് മൂന്നാം വട്ടം തുടർഭരണം ഉറപ്പാക്കുവാനും വേണ്ടുന്ന ഇവന്മാരുടെ പദ്ധതിയായിരിക്കും അത് എന്ന് ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും പാളിയിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതെല്ലാം പറഞ്ഞതുപോലെ തന്നെ സത്യമായിട്ടുണ്ട്. ഈ വിഷയത്തിലും ജനങ്ങൾ ജാഗരൂകരായിരിക്കുക, കോൺഗ്രസ് പ്രവർത്തകർ ജാഗരൂകരായിരിക്കുക. അപ്രകാരം ഒരു ആരോപണം വന്നാൽ, അപ്രകാരം ഒരു നടപടി ഉണ്ടായാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ നാണംകെട്ട കേക്കച്ചനും ഈ ഇടതുപക്ഷവും കൂടി സംയുക്തമായി ഒരുക്കുന്ന ഒരു ജനശ്രദ്ധ തിരിക്കൽ നാടകമാണെന്ന് നിങ്ങൾ കരുതിയിരിക്കുക. നമുക്ക് അതിനായി ശബ്ദമുയർത്താം, പ്രതികരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.